തട്ടുകിട്ടുമെന്ന് പേടിച്ച് തട്ടിൽ അന്ത്യശാസനം പിൻവലിച്ചു. ജൂലൈ 3 മുതൽ എല്ലാ കുർബാനയും ഏകീകൃത കുർബാനയാക്കണം, ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെയെല്ലാം സഭയിൽ നിന്ന് തന്നെ പുറത്താക്കും എന്നൊക്കെ അന്ത്യശാസനം പുറപ്പെടുവിച്ച സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് റഫേൽ തട്ടിൽ അന്ത്യശാസനം പിൻവലിച്ചു തടിതപ്പി. സഭ പിളർന്ന് രണ്ടാകും എന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് സർക്കുലർ പിൻവലിച്ചത്. സിനഡ് ചേർന്ന് മയപ്പെടുത്തൽ കുറിപ്പിറക്കിയത്. ഒടുവിൽ ഏകീകൃത കുർബാനയിൽ സമവായവുമായി സിറോ മലബാർ സഭ സിനഡ് രംഗത്തെത്തി. ഇളവുകളോടെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്ന് വ്യക്തമാക്കുന്ന വാർത്താക്കുറിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കി. ജൂലൈ 3 മുതൽ എല്ലാ കുർബാനയും ഏകീകൃത കുർബാന ആക്കണമെന്ന നിർദ്ദേശം പിൻവലിച്ച് ഞായറാഴ്ചകളിലും പ്രത്യേക ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന ഒരു എളിയ നിർദ്ദേശം മാത്രം മുന്നോട്ട് വെച്ചു. ഇത് പാലിച്ചാൽ നേരത്തെ പ്രഖ്യാപിച്ച കാനൂനിക ശിക്ഷ നടപടികളിൽ നിന്ന് ഇളവ് ലഭിക്കുമെന്നും സിനഡ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഈ കുറിപ്പ് വായിച്ച് അതിരൂപതയിലെ വിശ്വാസികൾ തലതെല്ലിച്ചിരിച്ചു. നൈറ്റിയിട്ട പിതാക്കന്മാരുടെ ഗതികേടോർത്ത്. തട്ടിലിന്റെ അന്ത്യശാസനം വിശ്വാസികൾ പരസ്യമായി കത്തിച്ചിരുന്നു, വലിച്ചു കീറി ചവറ്റുകുട്ടയിലും കളഞ്ഞിരുന്നു. വൈദികരുടെയും വിശ്വാസികളുടെയും എന്തിന് ഒരു വിഭാഗം ബിഷപ്പുമാരുടെയും ഇടയിൽ നിന്ന് കടുത്ത പ്രതിഷേധമാണ് തട്ടിലിന് നേരിടേണ്ടി വന്നത്. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ കുർബാന, അതായത് ഞങ്ങൾക്ക് ജനാഭിപ്രായ കുർബാന മാത്രം മതി. 10-60 കൊല്ലമായിട്ട് ഞങ്ങൾ നടത്തി, ഞങ്ങൾ കാർന്നോമ്പനായിട്ട് കണ്ടിരിക്കുന്ന കുർബാന നാളെ പറയണേ ഇത് പറ്റൂല, അത് സാധിക്കൂലെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഞങ്ങൾക്ക് തട്ടലിട്ട കുർബാന വേണ്ട. ഞങ്ങൾ ഇതുവരെ 60 കൊല്ലമായിട്ട് ഞങ്ങൾ കണ്ടിരുന്നത്, എനിക്കൊന്ന് 68 വയസ്സായി. ഞാൻ ചെറുപ്പം മുതൽ കണ്ടിരുന്ന കുർബാന 60 ആ കുർബാനയാണ്. ഇത് മാറ്റണമെന്ന് പറയുന്നു, അതൊരു ശാസ്ത്രമുള്ള കാര്യമല്ല. ഇവർ ഏതോ മറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണിത്. കുറെ കല്ലായനായിട്ടുള്ള ബിഷപ്പുമാര് കൂട്ടമായിട്ട് നിൽക്കുന്നത് അവരാണ്. ഈ ചങ്ങനാശ്ശേരി ലോബിയാണ് ഇവിടെ കിടന്ന് കളിക്കുന്നത്. എറണാകുളം അങ്കമാലിക്ക് ആരും ചോദിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ളത് ഞങ്ങളാണ്, ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത് ഞങ്ങൾ സഭയ്ക്കാണ്. എറണാകുളം അങ്കമാലിക്കാണ് ഏറ്റവും കൂടുതൽ. ആ വരുമാനം നഷ്ടപ്പെട്ടു പോകുന്നുള്ളൊരു പേടി അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അവര് തിരിച്ച് ഞങ്ങളെ തല്ലിയത് മാത്രമല്ല, ഞങ്ങളെ പോലീസിന്റെ വളയത്തിലിട്ട് എത്രയോ പ്രാവശ്യം ഞങ്ങളെ കഷ്ടപ്പെടുന്നുണ്ട്. ഇത് മാറ്റണം സാറേ, ഇത് മാറ്റാതെ ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ കൊടുക്കും, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി. ഞങ്ങളുടെ അച്ഛനും ഞങ്ങളുടെ എല്ലാവരും ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഞങ്ങൾ കൂട്ടമായിട്ട് ഇനി ഞങ്ങൾ വിടും. ഏത് ശക്തിക്കും ഞങ്ങളെ തടയാൻ പറ്റൂല. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ ജൂലൈ 4 ശേഷം പുറത്താക്കിയതായി കണക്കാക്കുമെന്ന മേജർ ആർച്ച് ബിഷപ്പ് റഫേൽ തട്ടിലിന്റെ സർക്കുലറിൽ വലിയ തോതിൽ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് സിനഡിന്റെ ഈ നയം മാറ്റം. ബിഷപ്പുമാർ അടക്കം ഇടഞ്ഞ സാഹചര്യത്തിൽ തൃശൂർ അതിരൂപതയും ഇരിങ്ങാലക്കുട രൂപതയിലെ വൈദികരും സർക്കുലറിനെതിരെ രംഗത്ത് വന്നിരുന്നു. കുർബാന ഏകീകരണത്തിൽ വൈദികർക്കിടയിൽ സർവേ വേണമെന്ന് ആവശ്യപ്പെട്ട് തൃശൂർ അതിരൂപതയിലെ വൈദികരുടെ കൂട്ടായ്മയായ ആരാധനക്രമ സംരക്ഷണ സമിതി കുറിപ്പിറക്കിയിരുന്നു. നേതൃത്വത്തിന്റെ ഏകപക്ഷീയമായ നിലപാടുകളെ ചോദ്യം ചെയ്ത് ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങര അടക്കം 5 ബിഷപ്പന്മാർ വിയോജനക്കത്തിലൂടെ രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ഓൺലൈൻ സിനഡിൽ ഇവരുടെ നിലപാടിനെ പിന്തുണച്ച് കൂടുതൽ ബിഷപ്പുമാർ രംഗത്തെത്തിയതോടെയാണ് സഭാ നേതൃത്വം വെട്ടിലായത്. ഞങ്ങൾ മാർപ്പാപ്പയെ അനുസരിക്കുന്നവരാണ്. ഞങ്ങൾ കത്തോലിക്ക തിരുസഭയിൽ തന്നെ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മാർപ്പാപ്പയോടും മേജർ ആർച്ച് ബിഷപ്പിനോടും ഈ സിനഡിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളെ സ്വതന്ത്രമായിട്ട് വിടൂ. ഞങ്ങള് മാർപ്പാപ്പയുടെ കീഴിൽ കത്തോലിക്ക സഭയായിട്ടുള്ള ഒരു സ്വതന്ത്ര സഭയായിട്ട് ഞങ്ങൾ നടന്നോളാം. അങ്ങനെ കടുത്ത നടപടികൾക്ക് പോകാനായി ആണെങ്കിൽ ഇവിടെ സത്യവും ധർമ്മവും നീതിയൊക്കെ ഉണ്ടല്ലോ, അതനുസരിച്ച് മനുഷ്യന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. വൈദികർക്കെതിരെ നടപടിയെടുത്താൽ ഉണ്ടാകുന്ന തുടർ സംഭവവികാസങ്ങൾക്കും ക്രമസമാധാന പ്രശ്നങ്ങൾക്കും മേജർ ആർച്ച് ബിഷപ്പ് അടക്കം ഉത്തരവാദികളായിരിക്കുമെന്നും ചില ബിഷപ്പുമാർ അറിയിച്ചിരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപത സ്വതന്ത്ര കത്തോലിക്ക സഭയാകുമെന്ന ഒരു വിഭാഗം വിശ്വാസ സമൂഹത്തിന്റെ കടുത്ത നിലപാടിനെ അത്ര കൊച്ചാക്കി കാണേണ്ടെന്നാണ് സഭാ നേതൃത്വത്തോടുള്ള ചില ബിഷപ്പന്മാരുടെ ഉപദേശം. ബുധനാഴ്ച വൈകുന്നേരം നടന്ന സിനഡിന് പിന്നാലെ നിലപാട് വ്യക്തമാക്കി വാർത്താക്കുറിപ്പ് ഇറക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല. ഇനി എന്നാ നിലപാട് വ്യക്തമാക്കാനാണ്? പവനായി അങ്ങനെ ശവമായി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.